മറ്റ് പല കാര്യങ്ങളിലും പോലെ മദ്യപിക്കുന്ന കാര്യത്തിലും കേരളം ഇന്ത്യയിൽ നമ്പർ 1 ആണ്. സർക്കാരിന് ഏറ്റവും അധികം വരുമാനം നൽകുന്ന മദ്യപരോടുള്ള സമീപനം എന്താണ്? വളരെ മോശമായല്ലേ മദ്യപന്മാരെ സമീപിക്കുന്നത്? ബിവറേജസ് ഷോപ്പുകൾക്ക് മുന്നിലെ നീണ്ട ക്യൂവിന് നേരെ പുച്ഛത്തോടെയാണ് മലയാളി നോക്കുന്നത്. ഇങ്ങനെ ആട്ടും തുപ്പും സഹിച്ചാണ് മദ്യപാനികൾ ജീവിക്കുന്നത്. മുഴുക്കുടിയനല്ല, എന്നാൽ ഇടയ്ക്കൊക്കെ അല്പം വീശും. ഈ കാറ്റഗറിയിലുള്ളവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? മദ്യഷോപ്പിന് മുന്നിലെ ഈ നീണ്ട ക്യൂ തന്നെ. അതിനിടെ കോവിഡ് സമയത്ത് ബെബ്കോ ആപ്പൊക്കെ കൊണ്ടുവന്നു. ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് പോലും അറിയില്ല. ക്യൂവിൽ നിൽക്കുന്നത് കൊണ്ടുള്ള അപമാനവും തിക്കും തിരക്കും ഒന്നും ഇനി ഉണ്ടാവില്ല. ഭക്ഷണ വിതരണ രംഗത്തെ മുൻനിര ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായ സ്വിഗ്ഗി, സൊമാറ്റോ, ബിഗ് ബാസ്ക്കറ്റ് തുടങ്ങിയവരുമായി ചേർന്ന് മദ്യം വീട്ടുപടിക്കലെത്തുന്ന പദ്ധതി തുടങ്ങാൻ കേരളവും ഒരുങ്ങുകയാണ്. മറ്റ് 7 സംസ്ഥാനങ്ങളുമായി ചേർന്ന് പൈലറ്റ് പദ്ധതി ഉടൻ ആരംഭിക്കും. ഡൽഹി, പഞ്ചാബ്, തമിഴ്നാട്, ഗോവ, കർണാടക, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളാണ് പദ്ധതിയുമായി രംഗത്തുള്ളത്. ആദ്യഘട്ടത്തിൽ വീര്യം കുറഞ്ഞ വൈൻ, ബിയർ എന്നിവയാകും വിതരണം ചെയ്യുക. പരീക്ഷണം വിജയകരമെന്ന് കണ്ടാൽ കൂടുതൽ ബ്രാൻഡുകൾ ഈ രീതിയിൽ ഓൺലൈനായി എത്തിക്കാനാണ് സർക്കാർ പദ്ധതി. എന്നാൽ തുടക്കത്തിൽ എല്ലായിടത്തും ഈ സേവനം ലഭ്യമാകില്ല. ജനസംഖ്യ കൂടുതലുള്ള നഗരങ്ങളിലാവും ആദ്യഘട്ട പരീക്ഷണം നടത്തുകയെന്നാണ് റിപ്പോർട്ട്. നിലവിൽ ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങൾ മാത്രമാണ് മദ്യം ഓൺലൈനായി വിതരണം ചെയ്യുന്നത്. പ്രായമായവർക്കും സ്ത്രീകൾക്കും പുതിയ പരീക്ഷണം കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് ഓൺലൈൻ കമ്പനികളുടെ നിഗമനം. കേരളത്തിലടക്കം പല സംസ്ഥാനങ്ങളിലും മദ്യവിതരണ കേന്ദ്രങ്ങൾ മാലിന്യം നിറഞ്ഞതും സാമൂഹ്യ വിരുദ്ധരുടെ താവളവുമാണ്. സാധാരണഗതിയിൽ മദ്യം വാങ്ങാനുള്ള നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടാവും ഓൺലൈൻ വിൽപ്പനയും. ഓർഡർ ചെയ്യുന്നവരുടെ പ്രായം, മറ്റ് വിവരങ്ങൾ എന്നിവ കൃത്യമായി പരിഗണിച്ചാവും മദ്യം വീട്ടിലെത്തിക്കുക. സെൽഫിയും സർക്കാർ തിരിച്ചറിയൽ കാർഡിൻ്റെ കോപ്പിയും ഓർഡറിനോടൊപ്പം നൽകണം. OTP സമ്പ്രദായത്തിലാവും വിതരണം ചെയ്യുക. മദ്യവുമായി വീട്ടിലെത്തുമ്പോൾ ഉപയോക്താവ് ഈ OTP നൽകണം. മദ്യം വാങ്ങേണ്ടവർ എക്സൈസ് വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് ടോക്കൺ എടുക്കണം. ടോക്കൺ ലഭിച്ചു കഴിഞ്ഞാൽ വാട്സാപ്പിലൂടെയോ കടയിൽ വിളിച്ചോ ഓർഡർ നൽകണം. തുടർന്ന് പാസ് എടുത്തു വേണം മദ്യം വീട്ടിലെത്തിക്കാൻ. കോവിഡ് കാലത്ത് മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, അസം സംസ്ഥാനങ്ങൾ നിബന്ധനകൾക്ക് വിധേയമായി മദ്യം വീട്ടിലെത്തിച്ച് നൽകിയിരുന്നു. സ്വിഗ്ഗിയും സൊമാറ്റോയുമായിരുന്നു ഓൺലൈൻ കരാർ എടുത്തത്. സ്വിഗ്ഗി വൈൻ ഫോബ് എന്ന വിഭാഗം ആരംഭിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. ഓൺലൈൻ വിൽപ്പന ആരംഭിച്ച ബംഗാളിലും ഒഡീഷയിലും പ്രീമിയം ബ്രാൻഡുകളുടെ വിൽപ്പനയിൽ 20 മുതൽ 30% വർധനവുണ്ടായെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാന സർക്കാരിന് കൂടുതൽ വരുമാനം ലഭിക്കാനും ഇത് കാരണമായി. ഓൺലൈൻ വഴിയുള്ള വിതരണത്തിന് മദ്യ കമ്പനികൾക്കും താൽപ്പര്യമാണ്. വിൽപ്പന കൂടുമെന്നതാണ് കാരണം. അതേസമയം കേരളത്തിൽ പരീക്ഷണം നടത്തുമ്പോൾ വലിയ തോതിൽ എതിർപ്പുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഓൺലൈനായി വീട്ടുപടിക്കൽ മദ്യം എത്തിക്കാനുള്ള നീക്കത്തിന് തുടക്കം കുറിച്ചത് ഡൽഹി സർക്കാരായിരുന്നു. ഇത് വ്യാപകമായ എതിർപ്പിന് കാരണമായി. പുലർച്ചെ 3 മണിവരെ മദ്യം വിൽക്കാം, വിൽപ്പനക്കാർക്ക് പരിധിയില്ലാത്ത ഡിസ്കൗണ്ട് നൽകാം തുടങ്ങി മദ്യക്കമ്പനികളെ വഴിവിട്ട് സഹായിക്കാനുള്ള വ്യവസ്ഥകൾ വ്യാപക പ്രതിഷേധത്തിന് കാരണമായിരുന്നു. 8,900 രൂപയുടെ വരുമാന വർധനവായിരുന്നു ഓൺലൈൻ വിതരണത്തിലൂടെ കമ്പനി ലക്ഷ്യമിട്ടത്. പൊതുസമൂഹത്തിൽ നിന്ന് വ്യാപക എതിർപ്പുയർന്നതോടെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന VK സക്സേന റിപ്പോർട്ട് തേടുകയും പിന്നാലെ ഈ പദ്ധതി സർക്കാർ മരവിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ഇനി കേരളത്തിലും ഇത് നടപ്പാക്കാൻ ഒരുങ്ങുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം.